നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 11ാം സമ്മേളനത്തിൻ്റെ 8ാം ദിവസമായ ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധം മൂലം സഭ നേരത്തെ പിരിഞ്ഞു. 2 ധനാഭ്യർത്ഥനകൾ ചർച്ച കൂടാതെ സഭ പാസാക്കി. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 10,000-ഓളം കൃത്രിമ പാരുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞു. 10,000-ഓളം കൃത്രിമ പാരുകൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മളിപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഫലമായി സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ നല്ല പുരോഗതി ഇപ്പോൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കടൽ മേഖലയിൽ സർക്കാർ ആവിഷ്കരിക്കുന്ന സുരക്ഷാ പദ്ധതികൾ ഫലപ്രദമായ രീതിയിൽ പല സ്ഥലത്തും ഉപയോഗിക്കുന്നില്ലെന്നും മന്ത്രി അറിയിച്ചു. വളരെ മികച്ച നിലയിലാണ് ജീവൻ രക്ഷാ സുരക്ഷാ പരിപാടികൾ കേരളത്തിൻ്റെ കടൽ മേഖലയിൽ മത്സ്യമേഖല സ്വീകരിക്കുന്നത്. സാർ, ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ ആവിഷ്കരിക്കുന്ന സുരക്ഷാ പദ്ധതികൾ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഫലപ്രദമായി പല സ്ഥലത്തും ഉപയോഗിക്കുന്നില്ല എന്നതാണ് വസ്തുത. മത്സ്യബന്ധനത്തിന് പോകുമ്പോഴും മത്സ്യം പിടിച്ച് തിരിച്ചു വരുമ്പോഴും ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കണം. പക്ഷേ ഭൂരിപക്ഷം വരുന്ന മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കാറില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ 12,000 കോടി രൂപ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നൽകിയ ഏക സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. സാർ, ഇന്ത്യയിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, കഴിഞ്ഞ 8-7 വർഷമായി 12,000 കോടി രൂപ ഇന്ത്യയിൽ മത്സ്യത്തൊഴിലാളി കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. വന്യമൃഗശല്യം തടയാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ സഭയെ അറിയിച്ചു. വന്യമൃഗ ആക്രമണം മൂലം ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ആ വസ്തുത കണക്കിലെടുത്തുകൊണ്ടാണ് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. അതിന് കുറേ കൂടി ശാസ്ത്രീയമായ പ്രതിരോധ നടപടികൾ ആവശ്യമാണെന്ന നിർദ്ദേശമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വനം വകുപ്പ് കർമ്മ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. വന്യജീവി സംഘർഷം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ജനവാസ മേഖലയോട് ചേർന്ന് സൗരോർജ്ജ വേലി, ട്രെഞ്ച്, ജൈവവേലികൾ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. വനസംരക്ഷണ സമിതികളിലൂടെ ജനജാഗ്രത സമിതികളുടെയും കൃത്യമായ ബോധവൽക്കരണം ജനങ്ങൾക്ക് നൽകുകയും മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതലുള്ള മേഖലകളിൽ പ്രത്യേകമായി വാച്ചർമാരെ നിയോഗിക്കുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി നൽകിയിട്ടുള്ള യാനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സർക്കാർ മുൻകൈയെടുക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് അധീനതയിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിനെയാണ് ഈ യാനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ചുമതലപ്പെടുത്തിയത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഒരു യാനത്തിന് അപാകത ഉണ്ടെങ്കിൽ ആ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഗവൺമെന്റ് ഭാഗത്തുണ്ട്. അതിന് പരിഹാരം കാണാനുള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കുടിശ്ശിക വരാതെ നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ OR കേളു സഭയിൽ അറിയിച്ചു. 21-22 അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം മുഖേനയാണ് അനുവദിച്ചു വരുന്നത്. സാങ്കേതിക സഹായം ലഭ്യമായ ഉടൻ തന്നെ കുടിശ്ശിക അടക്കമുള്ള മുഴുവൻ തുകയും വിതരണം ചെയ്യുവാൻ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. മന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള നിയമസഭയിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മറുപടിയാണിത്. സ്കോളർഷിപ്പ് നൽകി വരുന്നതിലുള്ള ഈ കാലതാമസവും അതുപോലെ തന്നെ ഈ സാങ്കേതിക എററും കാരണമാണ് ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ കാര്യങ്ങൾ നീക്കി വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചു എന്ന് സൂചിപ്പിച്ചു. EP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകണവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ല എന്ന കാരണത്താൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നൽകിയില്ല. റൂൾ 50 ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ചിരിക്കുന്ന നോട്ടീസ് TP ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ്. ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ
മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം 52 ക്ലോസ് 5 പ്രകാരം നോട്ടീസ് നിരക്കുകയാണെന്ന്, എന്നാൽ അംഗം ആവശ്യപ്പെടുന്ന പക്ഷം ഇക്കാര്യം സബ്മിഷനായി ഉന്നയിക്കാൻ അനുമതി നൽകുന്നതാണ്. നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. പ്ലീസ്, അങ്ങയോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാം. അങ്ങേക്ക് ആവശ്യമായ പരിഗണന എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതെ, അങ്ങേക്ക് എല്ലാ ബഹുമാനവും എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് സംസാരിക്കാൻ പറ്റില്ല. ഈ ഫ്ലോറിനകത്ത് എത്രയോ തവണ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് ബന്ധപ്പെട്ട മന്ത്രി മറുപടി നൽകി. സംസ്ഥാനത്തെ മോട്ടോർ വാഹന മേഖല നേരിടുന്നതായി പറയപ്പെടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ മറുപടി പറഞ്ഞു. പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളെ കുറിച്ച് പറഞ്ഞു. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ തീരുമാനിക്കേണ്ടത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ്. അങ്ങയുടെ ചോദ്യത്തിൽ പലതും ലേബർ വകുപ്പിൻ്റെതാണ് മറുപടി പറയാനുള്ളത്. അങ്ങ് ബന്ധപ്പെട്ടത് പ്രകാരം നമ്മളൊരു യോഗം വിളിച്ചിരുന്നു തൊഴിലാളികളുടെ ലക്ഷക്കണക്കിന് വാഹന തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിനെ കുറിച്ചാണ്. ആ ബോർഡുമായി ബന്ധപ്പെട്ട് അങ്ങ് ആ മീറ്റിംഗിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ക്ലിയറൻസും റെഡിയായിട്ടുണ്ട്. പ്രതിപക്ഷ ബഹളം മൂലം നടപടികൾ തടസ്സപ്പെട്ടതിനാൽ സബ്മിഷനുകളുടെ മറുപടി ബന്ധപ്പെട്ട മന്ത്രിമാർ സഭയുടെ മേശപ്പുറത്ത് വെച്ചു. ഓർഡർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും തുടർ നടപടികളുമായി പ്രതിപക്ഷങ്ങൾ സഹകരിക്കാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ കാര്യവര പട്ടികയിലെ തുടർ നടപടിയിലേക്ക് കടക്കുകയാണ്. സബ്മിഷനുകളുടെ മറുപടി ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 18-19 ധനാഭ്യർത്ഥനകൾ ചർച്ച കൂടാതെ സഭ പാസാക്കി. 2024 വൈദ്യസഹായവും പൊതുജനാരോഗ്യവും എന്ന 18 നമ്പർ ധനാഭ്യർത്ഥനയുടെയും കുടുംബക്ഷേമം എന്ന 19 നമ്പർ ധനാഭ്യർത്ഥന പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനകൾക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ചുള്ള തുകകൾ 2024-25 സാമ്പത്തിക വർഷ ചെലവുകൾ പൂർത്തീകരിക്കാൻ അനുവദിക്കുന്ന ഉപക്ഷേപം ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ വികസന മന്ത്രി ഉപക്ഷേപം വൈദ്യസഹായ രംഗവും പൊതുജനാരോഗ്യവും എന്ന 18 നമ്പർ ധനാഭ്യർത്ഥനയുടെ കുടുംബക്ഷേമം എന്ന 19 നമ്പർ ധനാഭ്യർത്ഥനയുടെയും പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനകൾക്ക് നേരെ ഏഴാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുകകൾ 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. വൈദ്യസഹായവും പൊതുജനാരോഗ്യവും എന്ന 18 നമ്പർ ധനാഭ്യർത്ഥന പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ച തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ഇന്നത്തെ നടപടികൾ രാവിലെ 10:22 പൂർത്തിയാക്കി നാളെ വീണ്ടും ചേരുന്നതിനായി സഭ പിരിഞ്ഞു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.